പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു. 1 വാനിഷിംഗ്, 2 പ്രൊപ്പോർഷൻ, 3 പെർസ്പെക്റ്റീവ്. അതിൽ വാനിഷിംഗ് നമ്മൾ നോക്കിയിരുന്നു. അതുപോലെ തന്നെ പ്രൊപ്പോർഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിരുന്നു. കണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ മുകളിൽ കൊടുത്തിരിക്കുക, നിങ്ങളത് ജസ്റ്റ് കാണുക. അങ്ങനെ പ്രൊപ്പോർഷൻ വഴി ഒരു പിക്ചറിൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കേണ്ടത് നമ്മൾ നോക്കിയിരുന്നു. അത് എങ്ങനെയാണ് ഒരു പിക്ചറിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു ബോട്ടിലാണ് വരയ്ക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ പ്രൊപ്പോർഷൻ കണ്ടെത്തിയിരുന്നു. 1:3 എന്നായിരുന്നു പ്രൊപ്പോർഷൻ കണ്ടെത്തിയത്. അതിന് നമ്മൾ 5 സെൻറ്റിമീറ്റർ വീതിയും 15 സെൻറ്റിമീറ്റർ ഹൈറ്റും കിട്ടുന്ന രീതിക്ക് വരയ്ക്കാനും തുടങ്ങിയിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ബോക്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളതിന് സെൻട്രൽ ലൈനും അതിനൊന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ ഒബ്ജക്റ്റ് സിമെട്രിക് ഒബ്ജക്റ്റാണ്. സിമെട്രിക് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിതിനെ സെൻട്രലിൽ കൂടെ ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വലാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സെൻട്രലിലൂടെ ഒരു ലൈൻ വരച്ച് നമ്മളൊരു ബോക്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത്. ഇനി നമുക്കിതിൻ്റെ ഓരോ മെഷർമെൻറ്റ്സും എടുത്തുകൊണ്ടാണ് നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്ത് വരയ്ക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ബോട്ടിലിനെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുക. നമ്മുടെ ഈ ഒരു പെൻസിൽ ഉപയോഗിച്ച് മെഷർമെൻറ്റ്സ് എടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഹാഫ് എവിടെയാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്യുക. ആ ഹാഫ് എവിടെയാണ് വരുന്നത് അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ക്യാമറയാണെന്ന് വിചാരിക്കുക. നമ്മുടെ കൈമുട്ട് വളയാതെ ഒബ്ജക്റ്റിലേക്ക് നേരെ പെൻസിൽ വച്ചതിന് ശേഷം ഇതിൻ്റെ ഹാഫ് എവിടെയാണ് വരുന്നത് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ വര വെച്ച് നോക്കി രണ്ടാമത്തെ എണ്ണ വെച്ചപ്പോൾ അത് ടോപ്പ് പോലെ എത്തിയിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി എടുക്കാനുണ്ട്. വീണ്ടും ഒന്നുകൂടെ വെച്ചു. ഓക്കെ, ഇപ്പോൾ ഇത് ഹാഫ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗം, ഈ ഒരു റൈറ്റിംഗ് വരുന്നതിൻ്റെ ഇവിടെയാണ് നമ്മുടെ ഹാഫ് വരുന്നത്. അത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഈ ഹാഫ് എന്ന് പറയുന്നത് ഈ ഒരു പീസിൻ്റെ പകുതിക്ക് താഴെയാണ് വരേണ്ടത്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അടുത്തതായി നോക്കേണ്ടത് നമുക്കിനി ക്യാപ്പിൽ നിന്ന് താഴേക്ക് വരച്ച് വരാം. അപ്പോൾ ഈ ക്യാപ്പിൻ്റെ വിഡ്ത്തും നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്, ഈ ഒരു ഹൈറ്റും കണ്ടെത്തേണ്ടതുണ്ട്. അത് നമുക്ക് വിഡ്ത്തിലേക്ക് പോകാം. നമുക്കിപ്പോൾ ഓൾറെഡി ഉള്ളൊരു വിഡ്ത്ത് നമുക്കിവിടെയുണ്ട്. നമ്മുടെ ഈ ഒരു ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്കിവിടെ 5 സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 5 സെൻറ്റിമീറ്റർ കമ്പയർ ചെയ്തുകൊണ്ടാണ് മറ്റെല്ലാ വിഡ്ത്തുകളും കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ നേരത്തെ പറയുന്നതുപോലെ നമ്മുടെ ചെറിയ വിഡ്ത്താണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ വിഡ്ത്തിൻ്റെ നേരെ മുകളിലേക്ക് നമ്മൾ പെൻസിൽ വയ്ക്കുന്നു. പെൻസിലിൻ്റെ എൻഡ് നമ്മുടെ ബോട്ടിൽ ക്യാപ്പിൻ്റെ എൻഡിലേക്കും എൻഡാകുന്ന സ്ഥലം നമ്മുടെ തമ്പ് കൊണ്ട് മാർക്ക് ചെയ്യുക. അത് ഏകദേശം ഇത്രയാണ് വരുന്നത്. ആ വരുന്നതിനെ നമ്മുടെ കിട്ടിയിട്ടുള്ള വീതിയിൽ എത്ര തവണ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യുക. അതെ, ഒരു തവണ വച്ചു. രണ്ടാം തവണ വയ്ക്കാനായിട്ട് തികയുന്നില്ല. ഏകദേശം 3/4 ഭാഗമാണ് വരുന്നത്. ദൈവത്തിന് കൂടെ നോക്കാം. നമ്മൾ ഒരു തവണ വച്ചതിന് ശേഷം ഏകദേശം 3/4 ഭാഗം കൂടി വരുന്നുണ്ട്, അല്ലെങ്കിൽ അരഭാഗവും കൂടി വരുന്നുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം ഹാഫായിട്ട് തന്നെ എടുക്കാം. 1/2 നമുക്കിപ്പോൾ ഇവിടെ വീതിയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കിട്ടിയിട്ടുള്ള വീതിയെ 1 1/2 ഡിവൈഡ് ചെയ്യുക. അതായത് 1 1/2 കൂടെ കൂട്ടുമ്പോൾ 5 കിട്ടുന്ന രീതിക്ക് നമുക്കിപ്പോൾ ജസ്റ്റ് നോക്കാം. 3 എടുത്ത് നോക്കാം. 3ൻ്റെ പകുതിയും എടുത്താൽ എത്രയാണ് വരുന്നത്? 1.5 വരുന്നത്. അപ്പോൾ 1.5ഉം 3യും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന 4.5 ആണ്. അപ്പോൾ ഇത് 0.5 നമുക്ക് ബാലൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3.5 എടുത്ത് നോക്കാം. 3.5ഉം അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1.72 വരും. 72 നമുക്ക് വേണ്ട, എന്നാലും നമുക്ക് ഇത്ര വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 7ഉം 5ഉം അത് 12 വരുന്നുണ്ട്. 3 1 4 വരുന്നുണ്ട്. 5 5.2. അതായത് നമുക്കിപ്പോൾ ഇവിടെ 3.5 എടുത്തു കഴിഞ്ഞാൽ അത് 0.2 മില്ലി കൂടുതലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 3.4 ആക്കാം. 3.4 ആക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ വരുന്നത് 1.4 ആണ് വരുന്നത്. അപ്പോൾ 4ഉം 4ഉം 8 വരുന്നുണ്ട്. അത് വേണ്ട. ഓക്കെ, അതപ്പോൾ അല്പം കുറവാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അത്രയും കുറച്ചെടുക്കേണ്ട. നമുക്കിപ്പോൾ ഇത് തന്നെ എടുക്കാം. 3.5 ഹാഫായിട്ട് എടുക്കാം. അതുപോലെ തന്നെ 1.5 അതിൻ്റെ ഹാഫായിട്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടുത്തെ ഈ ക്യാപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3.5 ആണ്. പറഞ്ഞതൊന്നും കൂടെ റിവൈൻഡ് ചെയ്ത് കേൾക്കുക. നമ്മളിപ്പോൾ ഈ ഒരു വീതി നമ്മൾ കണ്ടെത്തിയിരുന്നു. ആ വീതിയെ എത്ര തവണ നമ്മുടെ ഈ ഒരു ബോട്ടിലിൻ്റെ വിഡ്ത്തിൽ ടോട്ടൽ വിഡ്ത്തിൽ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിരുന്നു. അപ്പോൾ 1.5 എന്ന് കിട്ടി. ആ 1.5, അതായത് നമുക്ക് 5 സെൻറ്റിമീറ്ററിനെയാണ് ഇപ്പോൾ 1.5 എന്ന് ഡിവൈഡ് ചെയ്തത്. 1 + 1.2. അപ്പോൾ ആ 1 + 1/2 = 5 ആണ് വരുന്നത്. ഒന്നുകൂടെ നോക്കിക്കോളൂ. 1 + 1/2 =
5 ആണ് വരുന്നത്. അപ്പോൾ ഈ 1ൻ്റെ സ്ഥാനത്തും 1/2ൻ്റെ സ്ഥാനത്തും 1ൻ്റെ പകുതിയുടെ സ്ഥാനത്തും ഒരു ആൻസർ വന്നാൽ 5 ആകും. അതാണ് നമ്മളിപ്പോൾ ഏകദേശം കണ്ടെത്തിയത്. 3.5 പ്ലസ് അതിൻ്റെ ഹാഫ് 1.75 സംതിങ് ആണ് വരുന്നത്. അത് നമ്മൾ കൂട്ടുമ്പോഴത്തേക്കും 5.25 അങ്ങനെയായിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ 2.5 ഒഴിവാക്കാം. ഏകദേശം പാർഷ്യലി നമുക്ക് ഏകദേശം ഈക്വലാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് 3.5 ക്യാപ്പിൻ്റെ വിഡ്ത്താക്കി എടുക്കാം. ഇതുപോലെ തന്നെയാണ് ഓരോന്നിൻ്റെയും നമ്മളിപ്പോൾ മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത്. നമുക്കിപ്പോൾ ഈ ഒരു കിട്ടിയ മെഷർമെൻറ്റ്സ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഈക്വലായിട്ട് വരുന്ന രീതിക്കായിരിക്കണം 3.5 മാർക്ക് ചെയ്യേണ്ടത്. 3.5 സെൻറ്റിമീറ്റർ ക്യാപ്പിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്യാപ്പിൻ്റെ ഹൈറ്റ് കൂടെ ഇതുപോലെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്കതിപ്പോൾ ഹൈറ്റിലേക്ക് തന്നെ വയ്ക്കണമെന്നില്ല. ഹൈറ്റ് വിഡ്ത്തിലോ ഹൈറ്റിലോ തന്നെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഹൈറ്റ് നോക്കുകയാണ്. ഞാനിതിപ്പോൾ എടുക്കുന്നത് ഇത് തൊട്ട് ഇതുവരെയുള്ള ഹൈറ്റാണ് എടുക്കുന്നത്. ഇവിടെ ചെറിയ ബീഡിങ് വരുന്നുണ്ട്. നോക്കുക, ഇങ്ങനൊരു ബീഡിങ് വരുന്നുണ്ട്. ആ ബീഡിങ് ഉൾപ്പെടെയാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇത്രയും വരുന്നുണ്ട്. ഇത് നമുക്ക് പല മെഷർമെൻറ്റ്സിലും കമ്പയർ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മുടെ ഈ ടോട്ടൽ ഹൈറ്റിൽ കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഈ ടോട്ടൽ വിഡ്ത്തിൽ കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടെത്തി ക്യാപ്പിൻ്റെ വിഡ്ത്തിൽ കമ്പയർ ചെയ്യാം. അത് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ അത് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടോട്ടൽ വീതിയിലാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തിയ ഒന്നാണ് അത്. അപ്പോൾ അതിലെന്തെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ വീണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മെഷർമെൻറ്റിലേക്ക് ഈ ചെറിയ ചെറിയ മെഷർമെൻറ്റ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇത് നോക്കുകയാണ്. ഒരു തവണ വെച്ചു, 2, 3 തവണ നമുക്കിവിടെ വയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് 3 = 5 എന്നാണ് വരുന്നത്. 3 തവണ വയ്ക്കുമ്പോഴത്തേക്കും 5ലേക്ക് എത്തുന്നു. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് 5 ÷ 3 ചെയ്യാം. ലെഫ്റ്റിലും റൈറ്റിലും മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു പിക്ചർ ചരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റും റൈറ്റും മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഫസ്റ്റത്തെ ആ ഒരു ഷേപ്പിൻ്റെ തന്നിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു ബീഡിങ് ഉൾപ്പെടെയാണ്. ബീഡിങ് അല്പം പുറത്തേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതൊക്കെ നമ്മുടെ ഊഹത്തിൽ വരയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്രയും ചെറിയൊരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ എടുക്കുന്നത് അല്പം ടഫായിരിക്കും. നമുക്ക് വലിയ മെഷർമെൻറ്റ്സ് എടുത്ത് മുന്നോട്ടേക്ക് പോകാം. നമ്മളിപ്പോൾ ചെയ്ത അതേ രീതിക്ക് തന്നെയാണ് ഇനി ഇതിലുള്ള ഓരോ ഹൈറ്റ്സും നമുക്ക് കണ്ടെത്തേണ്ടത്. ഇവിടുത്തെ ബെൻഡുകളെല്ലാം ഒരേ ഗ്യാപ്പ് ആയതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ബെൻഡിൻ്റെ മെഷർമെൻറ്റ് നോക്കിയാൽ മതിയാകും, അല്ലെങ്കിൽ അതൊരു ഐഡിയയിൽ വരച്ചാലും മതിയാകും. പക്ഷേ നമ്മുടെ ഈ കട്ടിങ്ങിൻ്റെയൊക്കെ ഹൈറ്റ് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കത് ആദ്യം ഈ ഒരു ഹൈറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മുടെ കൈമുട്ട് വളയാതെ ഒബ്ജക്റ്റിന് നേരെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് നമ്മൾ ആ ഒരു മെഷർമെൻറ്റ്സ് എടുക്കുന്നു. ഞാനിതിപ്പോൾ എടുക്കുന്നത് ഈ ഒരു ബെൻഡ് വരെയാണ് എടുക്കുന്നത്. അപ്പോൾ അതുവരെ ഞാനിത് നോക്കി ഇത്രയും വരുന്നുണ്ട്. ഈ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ കിട്ടിയ ലെങ്ത് എത്ര തവണ നമ്മുടെ ടോട്ടൽ ബോട്ടിലിൽ വയ്ക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യുക. ഞാനിത് ഒരു തവണ വെച്ചു, 2 തവണ വെച്ചു. നോക്കുക, 2ാം തവണ വെച്ചപ്പോൾ തന്നെ ഇവിടെ എത്തി. അപ്പോൾ എത്രയാണ്? 3ാം തവണ വയ്ക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് എത്തുന്നു എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ടോട്ടൽ ഹൈറ്റിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ ഹൈറ്റ് എത്രയാണ് വരുന്നത്? 15 സെൻറ്റിമീറ്റർ. അതിൻ്റെ 1/3 ഭാഗം എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്റർ. 5 സെൻറ്റിമീറ്റർ എവിടെയാണ് വരുന്നത്? അവിടെയാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫസ്റ്റ് ഈ ഒരു കട്ടിങ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്യാം. 5 സെൻറ്റിമീറ്റർ. ഓക്കെ, നമുക്ക് കിട്ടിയ ഇപ്പോഴത്തെ ഈ പോയിൻറ്റ്സ് വെച്ച് നമ്മുടെ ഈ ഒബ്ജക്റ്റിനെ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ഈ രീതിക്ക് തന്നെയാണ് ടോട്ടലി നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ എല്ലാ കട്ടിങ്സും കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനടുത്ത് വരയ്ക്കുന്നതിലേക്ക് പോകാം. നമുക്ക് കിട്ടിയ പോയിന്റുകൾ വെച്ച് നമ്മുടെ ഒബ്ജക്റ്റിനെ വരയ്ക്കുന്ന സമയത്ത് ഒബ്ജക്റ്റിനെ നോക്കി തന്നെ നിങ്ങൾ ആ ഡീറ്റെയിൽസൊക്കെ വരച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ നമുക്കത് നമ്മുടെ ഈ ഒരു സൈഡുണ്ട്. നമ്മുടെ ഈ സൈഡ് വരുന്നത് ചെറിയൊരു കർവിങ്ങിലാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചെറിയൊരു കർവ് ആഡ് ചെയ്തു. ഒബ്ജക്റ്റിൻ്റെ അതേ ഷേപ്പ് അനുസരിച്ച് തന്നെ വരയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതൊരു ഫ്ലാറ്റ് ലൈനാണ്. ആ ലൈൻ അല്പം പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. ആ ഒരു കട്ടിങ് കാണിക്കുന്നു.
അവിടെ നിന്ന് തന്നെ ചെറിയൊരു നെക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കർവായി പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഇപ്പോഴത്തെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. ഇനി നമുക്കിവിടെ കുറേയൊക്കെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുണ്ട്. അതൊക്കെ ലാസ്റ്റ് ഫൈനൽ ടച്ചിലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ നോക്കി പോകാം. ഇപ്പോൾ ചെയ്ത അതേ രീതിക്ക് തന്നെ ബാക്കിയുള്ള ഏരിയ ഞാനിപ്പോൾ സ്കെച്ച് ചെയ്യുകയാണ്. നിങ്ങളും അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളെടുത്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് ജസ്റ്റ് ഒരു ബോട്ടിലാണ് എളുപ്പം, അല്ലെങ്കിൽ ഒരു മാച്ച് ബോക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുക. നമുക്കിപ്പോൾ ഇതിൻ്റെ ബാക്കി സ്കെച്ച് ചെയ്യുന്നത് നോക്കാം. ബോട്ടിലിൻ്റെ അത്യാവശ്യം ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഫ്രീ ഹാൻഡായിട്ട് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ തീർച്ചയായും മെഷർമെൻറ്റ്സ് എടുത്ത് തന്നെ പോവുക. മെഷർമെൻറ്റ്സ് എടുത്ത് നമുക്ക് 1-2 പിക്ചറൊക്കെ മെഷർമെൻറ്റ്സ് എടുത്ത് വരയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഐഡിയ, ഒരു ലൈൻ എവിടെയാണ് സ്റ്റാർട്ട് ആകേണ്ടതെന്നും എൻഡ് ആകേണ്ടതെന്നും കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ അത് വീണ്ടും ഡീറ്റെയിൽ ആക്കാത്തത്, നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞ മെത്തേഡാണ് മുന്നോട്ടേക്കും പോകുന്നത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈക്വലായിട്ട് കൃത്യമായിട്ട് അപ്പുറത്തേക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓരോ ബഡ്ജിങ്ങും എൻഡിങ്ങും എവിടെയൊക്കെയാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് അപ്പുറ സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വ്യത്യാസവും കൂടാതെ തന്നെ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആക്കാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്കെയിൽ ഉപയോഗിച്ച് ഇനി അതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ എവിടേക്കാണ് ടച്ച് ആകുന്നത് നോക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. നമുക്കിത് ഉപയോഗിക്കാതെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്കിപ്പോൾ സൈഡിലേക്ക് ഈ ഒരു ഷേപ്പ് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ വൺ സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത സൈഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ കൂടെ ചെയ്യുന്നത് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മളിത് ബോട്ടിലിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ഷേപ്പിൻ്റെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കറൊന്നും നമ്മൾ ചെയ്യുന്നില്ല, അതൊക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്കിത് ഇപ്പോൾ കിട്ടിയ ഷേപ്സ് നമ്മളിപ്പോൾ 2D ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. അതുകൂടെ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇതിനെ വരച്ചിട്ടുള്ളത്. 3Dയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഡ്രോയിങ്ങിൽ മാത്രമാണ്, മെഷർമെൻറ്റിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. 3D നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം, അത് പിന്നീടിക്കലാകട്ടെ. ഇപ്പോൾ ഇത് നോക്കുക. ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻസൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്തെടുക്കാം. ഇതിനുള്ള ഷെയ്ഡൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒബ്ജക്റ്റിനെ വരയ്ക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ഡാർക്ക് ചെയ്തെടുക്കാം. ഡാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ റെഫറൻസിന് വേണ്ടിയിട്ട് വരച്ച ലൈൻസൊക്കെ എറേസ് ചെയ്ത് മാറ്റുക. കാരണം നമുക്കിനടുത്ത് ആ ബോട്ടിൽ മാത്രം മതി. നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെഫറൻസ് ലൈൻസ് എല്ലാം വരച്ചത്. അത് മറ്റൊരാളെ കാണിക്കണമെന്നില്ല. അത് നമുക്ക് വരച്ച് കഴിയുന്നതിനോടൊപ്പം തന്നെ ക്ലിയറായിട്ട് എറേസ് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മുടെ ബോട്ടിൽ അതിൻ്റെ ഔട്ട്ലൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ അതേ മെഷർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചാണ് നമ്മൾ അതിനെ ഇവിടെ റിക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഏറെക്കുറെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ബോട്ടിലിൻ്റെ ലെങ്ത്തും ഷേപ്സും ഒക്കെ ക്ലിയർ ആയിട്ട് വരയ്ക്കാനും കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഏതൊരു ഒബ്ജക്റ്റിനെ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ അതിൻ്റെ പ്രൊപ്പോർഷൻ എടുത്തുകൊണ്ട് നമ്മുടെ പേപ്പറിലേക്ക് ഇതുപോലെ വരച്ച് ചേർക്കാവുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ ഇത് ഒരു 2D പിക്ചറായിട്ടാണ് വരച്ചിട്ടുള്ളത്. നമുക്കിതിനെ 3D ആക്കി വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കേണ്ടതുണ്ട്. 3D ആയിട്ട് വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളൊന്നും വരുത്താനില്ല. ഇതേ രീതിക്ക് തന്നെയാണ് വരയ്ക്കേണ്ടത്. പക്ഷേ വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഷേപ്സ് എല്ലാം ഓവലായിട്ട് മാറുമെന്ന് മാത്രം. നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ വന്നതിന് ശേഷം അതിൻ്റെ ആ ഒരു ഷേപ്പ് ഇങ്ങനെ മുകളിലേക്ക് പോയി വീണ്ടും ആ ഒരു കട്ടിങ് വന്ന് ഇത് തിരിച്ച് കർവായി അതിൻ്റെ ആ ഒരു ഡ്രോയിങ്ങിൽ ചെറിയ ഷേപ്പിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ആ 3Dയിലേക്ക് വരികയുള്ളൂ. ടോപ്പിൽ ക്യാപ്പ് വരുമ്പോഴത്തേക്കും നമുക്കത് ഇതുപോലെ ജസ്റ്റ് ഓവൽ വന്നതിന് ശേഷം ആ ഓവലിൽ നിന്ന് താഴേക്ക് കണക്ട് ചെയ്ത് നമ്മുടെ ഈ സൈഡ് ബീഡിങ് വന്ന് അതിനെയാണ്
നമ്മളിത് മുന്നോട്ടേക്ക് വരച്ച് ഈ ഷേപ്പാക്കി എടുക്കുന്നത് എന്ന് മാത്രമാണ് നമുക്കതിൽ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഷേപ്പിൽ മാത്രമാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.